പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കറണ്ട് അഫയേഴ്സാണ്. വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന കുടുംബശ്രീ പദ്ധതിയുടെ പേരാണ് ജീവൻ ദീപം ഒരുമ. അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ. കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ്, കുടുംബശ്രീ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവ സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. കോമൺവെൽത്ത് നേഷൻസിൻ്റെ 7ാം സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷേർലി ബോച്ചെ. കോമൺവെൽത്ത് നേഷൻസിൻ്റെ 7ാം സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷേർലി ബോച്ചെയാണ്. ഈ പദവിയിലേക്ക് എത്തുന്ന ആഫ്രിക്കൻ വനിതയാണ്, ഘാന സ്വദേശിയാണ് ഷേർലി. അപ്പോൾ ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ്, സ്വദേശം ഘാന. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനമാണ് കേരളം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായത് നിധി തിവാരി. 2014 ബാച്ച് IFS ഉദ്യോഗസ്ഥയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് നിയമിതയായത് നിധി തിവാരിയാണ്. മയാമി ഓപ്പൺ കിരീടം നേടിയത് യാക്കൂബ് മെൻസിക്കാണ് മയാമി ഓപ്പൺ കിരീടം നേടിയത്. ചെക്ക് റിപ്പബ്ലിക്കൻ സ്വദേശിയാണ്. സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചിനെ തോൽപ്പിച്ചു. മൊബൈൽ ആപ്ലിക്കേഷൻ വിപണിയിലെ ആധിപത്യം ദുരുപയോഗം ചെയ്തതിന് ഏത് കമ്പനിക്കാണ് ഫ്രാൻസ് പിഴയിട്ടത്? ആപ്പിൾ കമ്പനിക്കാണ്. 15 കോടി യൂറോയാണ് പിഴ. ഈയിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി താരം വന്ദന കടാരിയ. 15 വർഷത്തിനിടെ 320 മത്സരം കളിച്ചു. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികമാണ് ഏപ്രിലിൽ വരുന്നത്. ഏത് രാജ്യമാണ്? ചൈന. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികമാണ് ഏപ്രിലിൽ നടക്കാൻ പോകുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. നാസയും ISROയും സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ആക്സിയോം സ്പേസും ചേർന്ന് വിക്ഷേപിക്കുന്ന ആക്സിയോം ദൗത്യത്തിലാണ്, അതായത് AX4 ദൗത്യത്തിലാണ് പോകുന്നത്. RBI ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായത് പൂനം ഗുപ്തയാണ് RBI ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായത്. നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് ഇക്കണോമിക്സ് റിസർച്ച് ഡയറക്ടർ ജനറലാണ് പൂനം ഗുപ്ത. US സെനറ്റിൽ ട്രംപിന്റെ നയങ്ങളെ വിമർശിച്ച് ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം നടത്തിയത് കോറി ബുക്കറാണ്. US സെനറ്റിലെ ട്രംപിന്റെ നയങ്ങളെ വിമർശിച്ചിട്ട് ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം നടത്തിയത് കോറി ബുക്കറാണ്. 25 മണിക്കൂറും 5 മിനിറ്റുമാണ് പ്രസംഗിച്ചത്. അടുത്തത് US ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ പകരച്ചുങ്കം എത്ര ശതമാനമാണ്? 26%. US ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ പകരച്ചുങ്കമാണ് 26%. US ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുന്ന 60ഓളം രാജ്യങ്ങൾക്കാണ് പകരച്ചുങ്കം പ്രഖ്യാപിച്ചത്. ചൈനയ്ക്ക് 34%, ഇന്ത്യക്ക് 26%. കേന്ദ്ര കായിക മന്ത്രാലയം ഏർപ്പെടുത്തിയ 2022-23 നാഷണൽ യൂത്ത് അവാർഡ് നേടിയത്
ജൊവാനോ ജുവലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആർത്തവ ആരോഗ്യം, ആർത്തവ ശുചിത്വം എന്നിവയെക്കുറിച്ച് സ്ത്രീകളിൽ അവബോധമുണ്ടാക്കാൻ നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് കേന്ദ്ര കായിക മന്ത്രാലയം ഏർപ്പെടുത്തിയ 2022-23 നാഷണൽ യൂത്ത് അവാർഡ് നേടിയത്. പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദബില്ലിൽ എത്ര ഭേദഗതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സംയുക്ത പാർലമെന്ററി നിർദ്ദേശിച്ചിരിക്കുന്ന 14 ഭേദഗതികളാണ് വഖഫ് ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫാണ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫിനാണ്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. കപ്പൽ വരുമ്പോൾ ലംബമായി ഉയരുന്ന രാജ്യത്തെ ആദ്യ പാലം. കപ്പൽ വരുമ്പോൾ ലംബമായി ഉയരുന്ന ആദ്യ പാലം ഏതാണ്? രാജ്യത്തിൻ്റെ ആദ്യ പാലമാണ് പാമ്പൻ പാലം. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ കടൽപ്പാലം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ കപ്പൽ വരുമ്പോൾ ലംബമായി ഉയരുന്ന രാജ്യത്തെ ആദ്യ പാലമാണ് പാമ്പൻ പാലം. രാമേശ്വരത്താണ്. നീളം 2.8 കിലോമീറ്റർ, സമുദ്രനിരപ്പിൽ നിന്ന് 22 മീറ്റർ ഉയരമാണ്. ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായ മിത്രഭൂഷണ പുരസ്കാരത്തിന് അർഹനായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായ മിത്രഭൂഷണ പുരസ്കാരത്തിന് അർഹനായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഇതോടെ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് നടന്ന കറണ്ട് അഫയേഴ്സാണ് കഴിഞ്ഞത്. ഇനി മറ്റൊരു കറണ്ട് അഫയേഴ്സുമായിട്ട് വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.